അതൊരു 1980കളിലെ കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ കയ്യിലൊരു മൊബൈൽ ഫോണോ എല്ലാ വീട്ടിലും ടെലിവിഷനോ ഇല്ലാത്ത കാലം. മലബാറിലെ ഒരു ഉൾനാടൻ ഗ്രാമം. അവിടെ ദാസനും ബാലുവും എന്ന രണ്ട് സുഹൃത്തുക്കൾ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം. എന്നാൽ അന്നത്തെ കാലത്ത് യുദ്ധം ജയിക്കുന്ന ആവേശമാണ്. രാത്രി 8:30-നാണ് കളി തുടങ്ങുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ദൂരെയുള്ള ശേഖരൻ മുതലാളിയുടെ വീട്ടിൽ മാത്രമേ അന്ന് ടെലിവിഷൻ ഉള്ളൂ. കറുപ്പും വെളുപ്പും ദൃശ്യങ്ങൾ തെളിയുന്ന ആ ചെറിയ പെട്ടിക്ക് മുന്നിൽ ഗ്രാമം മുഴുവൻ തടിച്ചുകൂടിയിരിക്കുകയാണ്. കളി മുറുകുകയാണ്. ഓരോ പന്തിനും കാണികളുടെ നെഞ്ചിടിപ്പ് കൂടുന്നു. പുറത്ത് കട്ടപിടിച്ച് ഇരുട്ടാണ്. റബ്ബർ മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് ഒരുതരം മൂളലുണ്ട്. പക്ഷേ വീടിനുള്ളിലെ ആവേശത്തിൽ അതാരും ശ്രദ്ധിച്ചില്ല. കളി അവസാന ഓവറിലേക്ക് കടന്നു. ഇന്ത്യ ആവേശകരമായി വിജയിച്ചു. എല്ലാവരും ആർപ്പു വിളിച്ചു. സമയം അർദ്ധരാത്രി 12 മണി കഴിഞ്ഞു. ഓരോരുത്തരായി പിരിഞ്ഞുപോയി. ദാസനും ബാലുവും അവരുടെ പഴയ ടോർച്ചും തെളിച്ച് പാടവരമ്പത്തൂടെ നടക്കാൻ തുടങ്ങി. ദാസൻ ആവേശത്തോടെ ചോദിച്ചു, എന്തൊരു കളിയായിരുന്നു ബാലു! കപിൽ ദേവിന്റെ ആ ക്യാച്ച് നീ കണ്ടോ? പക്ഷേ ബാലു മറുപടി പറഞ്ഞില്ല. അവൻ ടോർച്ച് വെളിച്ചം ദൂരേക്ക് അടിച്ചു നോക്കുകയായിരുന്നു. ദാസ, നീ ആ മരച്ചുവട്ടിൽ ആരെങ്കിലും നിൽക്കുന്നത് കണ്ടോ? ഒരു വലിയ ഇലഞ്ഞി മരത്തിന്റെ ചുവട്ടിൽ ഒരാൾ ഇരിക്കുന്നു. അയാൾ അവിടെ ഇരുന്ന് മണ്ണിൽ എന്തോ തിരയുകയാണ്. അവർ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടത് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ വൃദ്ധൻ തന്റെ നഖങ്ങൾ കൊണ്ട് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ബാലു വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, ആരാ ഈ നേരത്ത് ഇവിടെ? ആ രൂപം പതുക്കെ തലയുയർത്തി. അയാളുടെ കണ്ണുകൾക്ക് പകരം 2 കറുത്ത കുഴികൾ മാത്രമായിരുന്നു. അയാൾ ചോദിച്ചു, മക്കളെ, കളി കഴിഞ്ഞോ? ഇന്ത്യ ജയിച്ചോ? അയാളുടെ ശബ്ദം ഒരു പഴയ കിണറ്റിനുള്ളിൽ നിന്ന് വരുന്നതുപോലെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ദാസൻ പറഞ്ഞു, ജയിച്ചു. ഇന്ത്യ ജയിച്ചു മുത്തശ്ശ. ദാസനും ബാലുവും വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പക്ഷേ പിന്നിൽ നിന്ന് ആ വൃദ്ധന്റെ ചിരി കേട്ടു. ഒരുമാതിരി അസ്ഥികൾ കൂട്ടിമുട്ടുന്നതുപോലെയുള്ള ചിരി. അവർ നടത്തത്തിന്റെ വേഗത കൂട്ടി. പെട്ടെന്ന് ബാലുവിന്റെ കാലിൽ എന്തോ തടഞ്ഞു. ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ കണ്ടത് ചോരയിൽ കുതിർന്ന ഒരു പഴയ ക്രിക്കറ്റ് ബാറ്റ്. അവർ ഭയന്ന് പിന്നോട്ട് നോക്കി. ആ വൃദ്ധൻ ഇപ്പോൾ അവിടെയില്ല. പകരം അവരുടെ തൊട്ടുപിന്നിൽ ഒരു തണുത്ത ശ്വാസം അവർക്ക് അനുഭവപ്പെട്ടു. ചെവിക്ക് പിന്നിൽ ആരോ മന്ത്രിക്കുന്നു, എനിക്കും ഒന്ന് ബാറ്റ് ചെയ്യണം. തിരിഞ്ഞു നോക്കിയ ബാലു കണ്ടത് ആ വൃദ്ധന്റെ കൈകൾ നീണ്ടുവരുന്നത്. അയാളുടെ നഖങ്ങളിൽ നിന്ന് രക്തം ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. ഓടിക്കോ ബാലു, ദാസൻ അലറി. അവർ പാടവരമ്പത്തൂടെ ശ്വാസം വിടാതെ ഓടി. പുറകിൽ ആ വൃദ്ധൻ ഒഴുകി വരുന്നത് അവർക്ക് കാണാമായിരുന്നു. ഓട്ടത്തിനിടയിൽ ദാസൻ ഒന്ന് വീണു. വൃദ്ധൻ അവന്റെ അടുത്തേക്ക് എത്താറായപ്പോൾ ദൂരെയുള്ള കാവിൽ നിന്ന് പുലർച്ചയ്ക്കുള്ള ശംഖനാദം മുഴങ്ങി. പെട്ടെന്ന് ആ രൂപം വായുവിൽ അലിഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ അവർ ആ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ ഗ്രാമത്തിലെ കാരണവർ ഒരു കഥ പറഞ്ഞു. പണ്ട് റേഡിയോയിൽ ഇന്ത്യ പാക് കളി കേട്ടുകൊണ്ടിരിക്കെ പന്തയം വെച്ച് തോറ്റ ഒരാൾ ആത്മഹത്യ ചെയ്ത സ്ഥലമായിരുന്നു അത്. തന്റെ ടീം തോറ്റതിൽ മനംനൊന്ത് മരിച്ച അയാൾ ഇന്നും കളി ഉള്ള രാത്രികളിൽ ആരെങ്കിലും ജയിച്ച വാർത്തയുമായി വരുന്നത് കാത്തിരിക്കാറുണ്ടത്രേ. പക്ഷേ ആ വാർത്തയുമായി വരുന്നവരെ അയാൾ തന്റെ കൂടെ കൊണ്ടുപോകും. ദാസനും ബാലുവും അന്ന് തീരുമാനിച്ചു, ഇനി മേലിൽ രാത്രി കളി കാണാൻ പുറത്തു പോകില്ലെന്ന്. ഇന്നും ആ വഴിയിലൂടെ രാത്രി പോകുമ്പോൾ ദൂരെ നിന്ന് ആരോ ചോദിക്കുന്നത് കേൾക്കാം, സ്കോർ എത്രയായി?